പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയനിറഞ്ഞവരെ, പ്രസിദ്ധ ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞനും ഏറ്റവും അറിയപ്പെടുന്ന സ്കോളാസ്റ്റിക് ചിന്തകനുമാണ് വിശുദ്ധ തോമസ് അക്വിനസ്. 13-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ക്രൈസ്തവ സിദ്ധാന്തങ്ങളുടെ ദാർശനിക വിശദീകരണത്തിന് ഒരു പുതിയ അർത്ഥവും മാനവും നൽകിയത് വിശുദ്ധ തോമസ് അക്വിനസ് ആണ്. തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടലിൻ്റെ തത്വചിന്തയെ ക്രൈസ്തവ സിദ്ധാന്തങ്ങളുമായിട്ട് സമന്വയിപ്പിച്ചതാണ് അക്വിനസിൻ്റെ മൗലിക സംഭാവനയായിട്ട് കരുതപ്പെടുന്നത്. കാരണം അതുവരെ വിശുദ്ധ അഗസ്റ്റിൻ്റെ വഴി പിന്തുടർന്ന ക്രൈസ്തവ ചിന്ത തത്വചിന്തകനായിട്ടുള്ള പ്ലാറ്റോയുടെ തത്വചിന്തയോടാണ് ചാന് നിന്നിരുന്നത്. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലെ അഗസ്ത്യന്യൻ സരണയ്ക്ക് സമാന്തരമായിട്ട് അരിസ്റ്റോട്ടലിൻ്റെ മേധശക്തിയെ ആശ്രയിക്കുന്ന ഒരു തോമസ്റ്റിക് സരണയ്ക്ക് രൂപം കൊടുത്തത് തോമസ് അക്വിനസ് ആണ്. പാശ്ചാത്യ ക്രൈസ്തവ ലോകത്ത് അരിസ്റ്റോട്ടലിന് പ്രശസ്തിയും സ്വീകാര്യതയും ഉണ്ടായത് വിശുദ്ധ അക്വിനസിന് ശേഷമാണ്. ലഘു രചനകളും ബൃഹത് ഗ്രന്ഥങ്ങളും അടക്കം 60ഓളം കൃതികൾ അക്വിനസിൻ്റെതായിട്ടുണ്ട്. കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെ സാര സംഗ്രഹമായിട്ടുള്ള സുമ തിയോളജി എന്ന കൂറ്റൻ ഗ്രന്ഥമാണ് അവയിൽ പ്രധാനപ്പെട്ടത്. ആ കൃതി നമുക്കറിയാം പൂർത്തിയാകപ്പെടാത്ത ഒന്നാണ്. നിരവധി കത്തോലിക്ക വിശ്വാസ സത്യങ്ങൾ സുമ തിയോളജി എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ തോമസ് അക്വിനസ് വിവരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യമാണ് ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള പ്രബോധനം. 1273 ഡിസംബർ 6-ാം തീയതി നേപ്പിൾസിലെ വിശുദ്ധ നിക്ലോസിൻ്റെ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കവേ വിശുദ്ധ തോമസ് അക്വിനസിന് ഒരു ദൈവ ദർശനം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു. അതോടെ മുഖ്യ കൃതിയായിട്ടുള്ള സുമ തിയോളജിയുടെ 3-ാം ഭാഗത്തിൻ്റെ തുടർന്നുള്ള രചനയിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാതായി. സന്നദ്ധ സഹകാരിയും കേട്ടെഴുത്തുകാരനുമായിട്ടുള്ള റിജിനോൾഡ് എഴുത്ത് തുടരുവാനായിട്ട് അഭ്യർത്ഥിച്ചപ്പോൾ അക്വിനസിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: റിജിനാൾഡ്, എനിക്കിനി എഴുതുക വയ്യ. എനിക്ക് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ എഴുതിയതൊക്കെ വൈക്കോല് സമമായിട്ട് കാണപ്പെടുകയാണ്. അങ്ങനെ സുമ തിയോളജിയെ 3-ാം ഭാഗം 90-ാം പ്രശ്നം വരെ എത്തി പൂർത്തിയാകാതെ നിന്നു. വീണ്ടും ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദേ വെരിതാത്തെ എന്ന കൃതിയിൽ വിശുദ്ധ തോമസ് അക്വിനസ് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ സത്ത എന്നേക്കുമായിട്ട് നമ്മിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ സത്ത, അസ്തിത്വം മനുഷ്യൻ്റെ അറിവിൽ നിന്നും മറച്ചു വച്ചിരിക്കുന്നു. ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കില്ല. മാത്രമല്ല, അവൻ്റെ വാക്കുകൾക്കോ അവൻ്റെ ചിന്തകൾക്കോ ഒന്നും തന്നെ ദൈവത്തെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ത്രിയേക ദൈവത്തെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുക അപ്രാപ്യമാണ്. വിശുദ്ധ തോമസ് അക്വിനസിൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ത്രിയേക ദൈവം ഒരു രഹസ്യമാണ്. പ്രിയപ്പെട്ടവരെ, തിരുസഭ മാതാവിന്ന് ത്രിയേക ദൈവത്തിൻ്റെ തിരുനാൾ, ത്രിത്വത്തിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഒരിക്കലും യഹൂദർക്കുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് എളുപ്പവുമായിരുന്നില്ല. കാരണം ദൈവം ഏകനാണെന്ന് അവർക്കറിയാം. എന്നാൽ ദൈവം ത്രിയേകമാണെന്ന് ഗ്രഹിക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ഇന്ന് പലർക്കും അതിന് കഴിയുന്നില്ല എന്നുള്ള സത്യം. കാരണം യുക്തിയും വിശ്വാസം കൊണ്ട് മാത്രമേ ആ രഹസ്യം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള പ്രബോധനം നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 234-ാമത്തെ ഖണ്ഡികയിൽ ത്രിയേക രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. ദൈവത്തിന് തന്നെ അന്തസത്തെ സംബന്ധിക്കുന്ന ദിവ്യ രഹസ്യമാണത്. ഈ കാരണത്താൽ വിശ്വാസത്തെ സംബന്ധിക്കുന്ന മറ്റെല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടവുമാണ്. ത്രിയേക ദൈവം എന്ന പദം വിശുദ്ധ ബൈബിളിൽ നമുക്കറിയാം
എങ്ങും കാണുവാനായിട്ട് സാധിക്കില്ല. ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ദൈവപുത്രനായിട്ടുള്ള ക്രിസ്തുവാണ്. യേശു അവിടുത്തെ പ്രബോധനത്തിലൂടെ ഈ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് ഈ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യം? ഒരു ദൈവവും 3 വ്യക്തികളും 3 ആളുകളും. 3 ദൈവമല്ല, മറിച്ച് ഒരു ദൈവത്തിൽ 3 ആളുകൾ. 3 പേർക്കും തുല്യമായിട്ടുള്ള ശക്തിയാണുള്ളത്. അതായത് പിതാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നു, പുത്രൻ ആ സൃഷ്ടിയെ വീണ്ടെടുക്കുന്നു. ഇന്ന് സഭ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളാണ് ഇവയെല്ലാം. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ രഹസ്യങ്ങളെ വെളിപ്പെടുത്തൽ കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി 1:26 നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. സൃഷ്ടികർമ്മത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്കുചേരൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും മത്തായി 3:16 നമ്മൾ വായിക്കുന്നു. ദൈവം പുത്രനായ യേശുവിനെ മാമോദീസ വേളയിൽ ദൈവപിതാവിൻ്റെ സ്വരം, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നതായിട്ട് നാം കാണുകയാണ്. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ പ്രബോധനത്തിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്നുണ്ട്. യോഹന്നാൻ 10:30 നമ്മൾ വായിക്കുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. യേശുവിൻ്റെ വാക്കുകളാണ് ഇവിടുത്തെ. വീണ്ടും യോഹന്നാൻ 16:6 നമ്മൾ വായിക്കുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലും ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ദൗത്യം നൽകി പറഞ്ഞു വിടുമ്പോൾ ഈശോ അവർക്ക് നൽകുന്ന നിർദ്ദേശം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാനാണ്. ഇവിടുന്ന് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഭയുടെ എല്ലാ കൂദാശകളും എല്ലാ പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായിട്ടുള്ള കൂദാശയായിട്ടുള്ള വിശുദ്ധ കുർബാനയും എല്ലാം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ത്രിയേക നാമത്തിലാണ്. ത്രിയേക നാമത്തിലാണ് ഒരു വ്യക്തിക്ക് മാമോദീസ നൽകുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. AD 1334 ജോൺ 23 പാപ്പയാണ് പെന്തക്കോസ്ത് ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് മുൻകൈ എടുത്തത്. ഈ തിരുനാൾ നമുക്ക് നൽകുന്നത് ഒരു വെല്ലുവിളിയാണ്. കാരണം ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും പരസ്പരം സ്നേഹത്തിൽ നൽകുന്നതിൻ്റെയും പ്രതീകമാണ്, അടയാളമാണ് ത്രിയേക ദൈവം. ത്രിയേക ദൈവത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം നിരവധിയുണ്ട്. അതിലൊന്ന് പരിശുദ്ധ ദൈവത്തിലുള്ള ഐക്യമാണ്. 3 പേര് ഒരുമിച്ച് നിലകൊള്ളുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ത്രിയേക ദൈവത്തിൽ നിന്നും പഠിക്കേണ്ട പാഠം അത് കൂട്ടായ്മയാണ്. ഒരു ദൈവവും 3 വ്യക്തികളും, അതൊരു കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ത്രിയേക ദൈവത്തിൽ നിന്നും പഠിക്കേണ്ടത് സ്നേഹത്തിൽ പരസ്പരം നൽകുന്നതിൻ്റെ പാഠമാണ്. പിതാവ് പുത്രനെ ലോകത്തിനായിട്ട് നൽകുന്നു. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ ഏകജാതനെ പുത്രനെ പിതാവ് ലോകത്തിനായിട്ട് നൽകുന്നു. തുടർന്ന് പിതാവിൽ നിന്നും പുത്രനിലൂടെ പരിശുദ്ധാത്മാവും വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ത്രിയേക ദൈവത്തിലുള്ള ഈ ഐക്യം, ഈ കൂട്ടായ്മ, പരസ്പരം നൽകൽ, ഇവയെല്ലാം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, എൻ്റെ സൗഹൃദ സദസ്സുകളിൽ ഇവയെല്ലാം പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ്. ഇല്ല എങ്കിൽ നമുക്കൊരു വെല്ലുവിളി തന്നെയാണത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാവരുമായിട്ട് കൂടുതൽ സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലും നിലകൊള്ളുവാനും പരസ്പരം നൽകുന്നതിലും പങ്കുവയ്ക്കുന്നതിലും ശ്രദ്ധിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ത്രിയേക ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.